മലപ്പുറത്തെ വനംവകുപ്പ് ഓഫീസുകളിൽ വിജിലൻസിന്റെ പരിശോധന. നിലമ്പൂർ, എടവണ്ണ, വഴിക്കടവ് എന്നീ ഓഫീസുകളിലാണ് ഓപ്പറേഷൻ വനരക്ഷയുടെ ഭാഗമായി പരിശോധന നടക്കുന്നത്. ഗൂഗിൾ കെ വേണുഗോപാൽ മലപ്പുറത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഗൂഗിൾ, എന്താണ് ഈ പരിശോധനയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ? എന്തെങ്കിലും ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ടോ? എന്താണ് ഉദ്യോഗസ്ഥരിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? പ്രജുൻ, രാവിലെ 10:30-ക്കാണ് ഇത്തരത്തിലുള്ള മലപ്പുറം ജില്ലയിലെ വിവിധ വനംവകുപ്പിന്റെ റേഞ്ച് ഓഫീസുകളിൽ വിജിലൻസ് പരിശോധന ആരംഭിച്ചത്. ആ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഓഫീസുകൾക്കൊപ്പം തന്നെ ഫീൽഡുകളിലും പരിശോധന നടത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് മലപ്പുറത്തെ വിവിധ ഓഫീസുകളിലും പരിശോധന നടക്കുന്നത്. വിവിധ ക്രമക്കേടുകൾ സംശയിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പരിശോധന. അതായത് ആദിവാസി ഉന്നതികളിലേക്ക് വഴി നിർമ്മിച്ചു നൽകുന്നു എന്ന് പറഞ്ഞ് അത്തരത്തിൽ വഴി നിർമ്മിച്ചു നൽകാതെ പണം തട്ടിയെന്ന ആരോപണമുണ്ട്. സോളാർ ഫെൻസിംഗ്, ജണ്ട എന്നിവയുടെ നിർമ്മാണത്തിൽ ക്രമക്കേടുകൾ ആരോപിച്ചുകൊണ്ട് അത്തരത്തിലൊരു സംശയമുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന തുടർന്നു. അനധികൃതമായിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടെത്തിയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ തുടർന്ന പശ്ചാത്തലത്തിൽ ഈ പരിശോധന പൂർത്തിയാവുന്ന ഘട്ടത്തിലായിരിക്കും ഇതിന്റെ മുഴുവനായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുക. ഈ സോളാർ ഫെൻസിങ്ങിനെ സംബന്ധിച്ച് പറയുമ്പോൾ മൃഗങ്ങളൊക്കെ സോളാർ ഫെൻസിംഗ് നശിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നശിപ്പിക്കാത്ത സ്ഥലങ്ങളിലും വീണ്ടും സോളാർ ഫെൻസിംഗ് നിർമ്മിച്ചു എന്ന് പറഞ്ഞ് പണം തട്ടിയെന്ന സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പരിശോധന തുടരുന്നത്. ശരി, മലപ്പുറത്ത് മാത്രമല്ല തൃശ്ശൂരിലുമുണ്ട് സമാനമായി സംസ്ഥാന വ്യാപകമായ പരിശോധന എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.